റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ GTA San Andreas കളിക്കാത്ത ആരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല. അങ്ങനെ ഗെയിം കളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ വന്നൊന്ന് മെൻഷൻ ചെയ്യൂ, എല്ലാവർക്കും വളഞ്ഞിട്ട് നോക്കാം. സോ ഏകദേശം ഈ ഗെയിം റിലീസായ സെയിം സമയം റിലീസ് ചെയ്ത മറ്റൊരു മാസ്റ്റർ പീസാണ് ഡെഡ്ലൈൻ ഗെയിംസിൻ്റെ ടോട്ടൽ ഓവർഡോസ്. ഈ ഗെയിമും GTA San Andreas പോലെ ഒരു ഓപ്പൺ വേൾഡ് ഷൂട്ടർ ഗെയിമാണ്. പക്ഷേ GTA San Andreasനും ഇതിനും ടോട്ടൽ ഓവർഡോസിനും കുറേ ഡിഫറൻസസ് ഉണ്ട്. ഓൾസോ ഗെയിം പ്ലേ വൈസ് ആയാലും GTA San Andreasനെക്കാളും ബെറ്റർ ആയിട്ട് ഈ ഗെയിമിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. സോ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓൾറെഡി പറഞ്ഞതുപോലെ ഇതൊരു തേർഡ് പേഴ്സൺ ഓപ്പൺ വേൾഡ് ഷൂട്ടർ ഗെയിമാണ്. GTA San Andreasലെ മെയിൻ സ്റ്റോറി സ്റ്റാർട്ടാവുന്നത് മെയിൻ പ്രോട്ടാഗണിസ്റ്റായ CJയുടെ അമ്മ മരിച്ചതിന് ശേഷവും മെയിൻ സ്റ്റോറി ആ മരണത്തെ ചുറ്റിയുമാണ് നടക്കുക. അതേപോലെ ഈ ഗെയിമിൽ മെയിൻ പ്രോട്ടാഗണിസ്റ്റിൻ്റെ അച്ഛൻ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മരിക്കും. അതിന് റിവെഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ അതിനെ ചുറ്റിയാണ് ഈ ഗെയിമിലെ സ്റ്റോറി മുന്നോട്ട് പോവുക. ഗെയിമിലെ പ്രോട്ടാഗണിസ്റ്റിൻ്റെ അച്ഛൻ്റെ പേര് എർണസ്റ്റോ ക്രൂസ് എന്നാണ്. ഇദ്ദേഹം ഒരു ഡീപ്പ് കവർ DEA ഏജൻ്റാണ്. ഓൾസോ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്താണ് ഫസ്റ്റ് മിഷൻ നമ്മൾ കളിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ആ മിഷനോട് ആ ക്യാരക്ടർ മരിക്കും. പിന്നെ കാണിക്കുക ആ ക്യാരക്ടറിൻ്റെ ട്വിൻ സൺസിനെയാണ്. അതിലെ ഒരുത്തൻ്റെ കാലും സ്റ്റാർട്ടിങ് തന്നെ ഫ്രാക്ചർ ആവും, എന്നിട്ട് വീൽ ചെയറിലിരിക്കും. ഗെയിമിൻ്റെ സ്റ്റോറി ചെറുതായിട്ട് മെർസൽ, ധൂം 3 പോലെയൊക്കെ ഉണ്ടാവുമെങ്കിലും ഗെയിമിൻ്റെ ഫീല് പക്ക തെലുങ്ക് കമേഴ്ഷ്യൽ മൂവി പോലെയാണ് ഉണ്ടാവുക. കമ്പൾസറി ആയിട്ട് ഒരു ലുക്കുള്ള പെണ്ണ് ഹീറോയിനായിട്ട് വേണമെന്നുള്ളതുപോലെ ഇതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ ഒരു പെണ്ണ് ഇപ്പോൾ നടക്കുന്നത് കാണാം. ഗെയിമിൻ്റെ എൻഡിങ്ങിലെ മിഷനിൽ പോലും മെയിൻ വില്ലൻ ഇവളെ കിഡ്നാപ്പ് ചെയ്തിട്ട് ട്രെയിനിൽ കൊണ്ടുപോകും. നമ്മൾ കഷ്ടപ്പെട്ട് വേണം അവളെ രക്ഷിക്കേണ്ടത്. ഇത് ഏകദേശം ഒരു 80% തമിഴ് തെലുങ്ക് മൂവീസിൽ നിങ്ങൾ കണ്ട ക്ലൈമാക്സ് ആയിരിക്കും. ഈ ഗെയിം ഡെവലപ്പേഴ്സ് മെക്സിക്കോ ട്രിയോളജിയിലെ ഗെയിംസിൻ്റെ ഒരു കോമിക്കൽ വേർഷനായിട്ടാണ് ഈ ഗെയിമിനെ റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. GTA San Andreasൻ്റെ കൂടെ ഈ ഗെയിം കമ്പയർ ചെയ്താൽ അത്ര വലിയ മാപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ അധികം സ്ഥലങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഗെയിം പ്ലേയുടെ കാര്യം നോക്കിയാൽ സാൻ ആൻഡ്രിയാസിൽ ഉണ്ടായതിനേക്കാളും എൻഗേജിംഗ് ആയിട്ട് ടോട്ടൽ ഓവർഡോസിൽ ഡെവലപ്പേഴ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ. ഗെയിം കംപ്ലീറ്റ്ലി ഫണ്ണായിട്ടുള്ള ഒരു വൈബിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. പണ്ട് മുതലേ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും ഗെയിമിംഗ് കമ്മ്യൂണിറ്റീസിലായാലും GTA San Andreasൻ്റെ അത്ര ഈ ഗെയിമിന് പോപ്പുലാരിറ്റി ഇല്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. പക്ഷേ കളിച്ചവർ എല്ലാവരും ഈ ഗെയിം അത്രയും വർത്താണെന്ന് തന്നെ ഉറപ്പിച്ച് പറയും. ആ ലെവലിലുള്ള ഒരു ഗെയിമാണ് ഈ ടോട്ടൽ ഓവർഡോസ്. നമ്മൾക്ക് ആ ഒരു ഹീറോ ആണെന്നുള്ള ഫീൽ തന്നെ ഗെയിം ഈസി ആയിട്ട് നൽകാൻ പറ്റും. ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ ഇടയിൽ ഈ ഗെയിം അത്രയും പെർഫെക്റ്റ് ആവുന്ന എല്ലാ എലമെൻസും ഉണ്ട്. വേറൊരു കാര്യം, ഇപ്പോൾ ഇറങ്ങുന്ന ഓപ്പൺ വേൾഡ് ഗെയിംസ് ഒന്നും ഈ ഒരു സ്റ്റൈലിൽ ഡിഫറെൻ്റ് ആയിട്ടൊന്നും അപ്രോച്ച് ചെയ്യുന്നില്ല. സപ്പോസ് ഇതിനി റീമേക്ക് ചെയ്ത് റിലീസായാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ അതിന് നടക്കാനൊന്നും ചാൻസ് ഇല്ല. മോഡിംഗ് കമ്മ്യൂണിറ്റിയിൽ മെയിനായിട്ട് GTA ഗെയിം സീരീസും സ്കൈറിമും ഒക്കെയാണ് ഇപ്പം മെയിനായിട്ടുള്ളത്. അവരൊക്കെ ഒന്ന് ഈ ഗെയിമിൽ ഫോക്കസ് ഇട്ട് കറണ്ട് ജനറേറ്റ പോലെ ഗ്രാഫിക്സ്, സൗണ്ടൊക്കെ ഒന്ന് മോഡ് ചെയ്ത് റിലീസ് ചെയ്താൽ എന്തായാലും ഇപ്പോഴുള്ള ഗെയിമേഴ്സിൻ്റെ ഇടയിൽ ശ്രദ്ധയിൽ ഈ ഗെയിം വരും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. സോ നിങ്ങൾ ടോട്ടൽ ഓവർഡോസ് കളിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നൽകിയത്? കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്ന ഒരു ഇങ്ങോട്ട് വെച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.